മക്കളെല്ലാം കൂടെ ഒന്ന് നടന്ന് പിള്ളേരെല്ലാം വശം കെട്ടുക. എന്നാലും നമ്മൾ കാണണമെന്നൊന്ന് തീരുമാനിച്ചിരിക്കുന്നെല്ലാം കണ്ടല്ലേ പോകാൻ പറ്റുള്ളൂ. എൻ്റെ മക്കളെ ഈ കാണുന്നതേ വലിയൊരു ഹോസ്പിറ്റലാട്ടോ, സെൻറ് തോമസ് ഹോസ്പിറ്റൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എൻ്റെ മക്കളെയും പിള്ളേരും കൊച്ചുമക്കളെല്ലാം എല്ലാവരും ഉണ്ട്. അപ്പോൾ നടക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ നമുക്ക് പല കാഴ്ചകളും കണ്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ വന്ന് ലണ്ടനെ വരയ്ക്കും കണ്ടു. അടുത്ത് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. രാജകീയ പ്രത്യേകതയുള്ളതാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ റോയൽസ് മാത്രം പോകുന്ന ഒരു സംഭവമാണ്. അത് ലണ്ടനിലെ ഒരു ലാൻഡ്മാർക്കാണ് കേട്ടോ. വെസ്റ്റ്മിൻസ്റ്റർ ആബേ എന്ന് പറയാം എൻ്റെ പേര്. അത് ആംഗ്ലിക്കൻ പള്ളിയും ആശ്രമവും കൂടിയായത് കേട്ടോ. ശരിക്കുള്ള പേര് കൊളിഗേറ്റ് ചർച്ച് ഓഫ് സെന്റ് പീറ്റർ വെസ്റ്റ്മിൻസ്റ്റർ ചർച്ച്. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള പേര്. ഇവിടുത്തെ പ്രധാന കാര്യം എന്താണെന്നറിയാമോ? റോയൽസിൻ്റെ മാത്രം പ്രത്യേക എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ചാണ് നടത്തുന്നത്. മാമോദീസ, അവരുടെ ശവം അടക്കം എന്ന് വേണ്ട എന്ത് സംഭവം ഉണ്ടെങ്കിലും അവരുടെ ഇതിനകത്താണ് നടത്തുന്നത്. ഇതിന് ഈ പള്ളിക്ക് ആർച്ച് ബിഷപ്പോ ഇല്ല ബിഷപ്പോ ആരുമില്ല. ഈ പള്ളി തുടങ്ങിയത് AD 960 ഇത് തുടങ്ങിയത് കേട്ടോ. 1065 ഏതോ ചെറിയ പണികളൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. 1066 ഇത് റോയൽസിൻ്റെ കൊറോണേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതായത് രാജകുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളും ഈ പള്ളിയിൽ വെച്ചാണ് നടത്തുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു പ്രത്യേകതയൊക്കെ ഈ പള്ളിക്കുണ്ട്. അപ്പം അങ്ങനെ ഇതിങ്ങനെ ചുറ്റി നടന്ന ഒരു കേർവിലാണ് കേട്ടോ. ഇത് ഉള്ളത് പറഞ്ഞാൽ ലാൻഡ്മാർക്ക് ഓഫ് ലണ്ടൻ, അതായത് മെയിൻ സിറ്റിക്കകത്താണ്. നല്ല ക്രൗഡായിരുന്നു ഞങ്ങൾ ചെന്നപ്പം കേട്ടോ. എന്നാലും നമുക്ക് കാണുന്നത് തിരിച്ചു പോരാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇത് റൗണ്ട് ഇങ്ങനെ ഒരു ടേണിങ്ങിലാണ് ഇതിങ്ങനെ. ഇതിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വെസ്റ്റ്മിനിസ്റ്റർ ആബേ, ABBEY. ഇതിൻ്റെ അർത്ഥം ആശ്രമം എന്നാണ് കേട്ടോ, ശരിക്കും ഉള്ള പേര് കേട്ടോ. അപ്പോൾ ഞങ്ങളിതിങ്ങനെ ചുറ്റി ആ ട്രെയിനിങ് ഫുള്ള് കവർ ചെയ്തെന്ന്. നല്ല ക്യൂ ആയിരുന്നു. നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാനുള്ള സൗകര്യം ഒന്നും ഇല്ലായിരുന്നു. ഫ്രീ ആയിട്ട് കയറണമെങ്കിൽ എനിക്ക് തോന്നുന്നത് മാസും പ്രയറും ഒക്കെ ഉള്ളപ്പം അത് എല്ലാവർക്കും കയറാൻ പറ്റുമെന്ന് എനിക്ക് ശരിക്കും അതിനെപ്പറ്റി അറിയത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇത് ചുറ്റി കറങ്ങി ഇങ്ങനെ വന്ന് എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അതോട്ട് നമുക്ക് വലുതായിട്ടൊന്നും കാണത്തില്ല, കാര്യം വലിയ പള്ളിയല്ലേ, നമുക്ക് അത്രയ്ക്കൊന്നും വെളിയിൽ നിന്നാൽ കാണത്തില്ല. പിന്നെ പള്ളിയുടെ ചുറ്റിനും നടന്നു കേട്ടോ, കാരണം ഇത് കാണാനുണ്ട്, അത്രയും വലിപ്പമുണ്ട് ഈ പള്ളിക്ക് എൻ്റെ മക്കളെ. അപ്പോൾ ഇതിങ്ങനെ ഞങ്ങൾ ചുറ്റി കറങ്ങി എല്ലാം കണ്ടിട്ട് വന്നിട്ട് ഇതാണ് മക്കളെ അതിൻ്റെ ഫ്രണ്ട് വശം. ആൾക്കാരിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ അവിടെ നിന്നില്ല, ഇങ്ങേ സൈഡിലാണ്. ഇത് ലെഫ്റ്റ് സൈഡാണ്. അവിടുന്ന് വരുമ്പോൾ അതും ഇങ്ങനെ ചുറ്റി കണ്ടിട്ട് ഇത് കാണത്തക്ക പോലെ ഉണ്ട് കേട്ടോ. അകത്ത് കയറിയില്ലെങ്കിലും വെളിയിലെ നമുക്ക് ആ പള്ളിയുടെ പണികളും കാര്യങ്ങളും ഒക്കെ കാണാൻ ഒത്തിരി ഉണ്ട് കേട്ടോ. അങ്ങനെ ചുറ്റി കറങ്ങി വന്നപ്പോഴത്തേക്ക് പിള്ളേരും എല്ലാവരും അങ്ങ് ക്ഷീണിച്ചു. രാവിലെ ഇറങ്ങിയതല്ലേ, രാത്രിയാകുകയും ചെയ്തു. അപ്പോൾ ഇന്നിപ്പം ഇവിടം കൊണ്ട് നിർത്താം, ഇനി അടുത്ത റൗണ്ട് നമുക്ക് നാളെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മതിയാക്കി വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അത് പറയാമല്ലോ, പിള്ളേരെല്ലാം വല്ലാതെ ക്ഷീണിച്ചു പോയി. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നിർത്തിയാക്കാം ഇന്നത്തെ ചുറ്റലെന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് ഇനിയിപ്പം പിറ്റേ ദിവസം നോക്കാം, അല്ലെങ്കിൽ വേറൊരു ദിവസം നോക്കി വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ കൊണ്ട് ലണ്ടൻ ചുറ്റൽ അന്നത്തെ പരിപാടി നിർത്തിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരുമായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ലണ്ടനിലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരും കേട്ടോ. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണേ.